lot. Told him fuck 12, fuck SWAT. Busting all the bells out the box. I just hit a lick with the box. Had to put the stick in the box. Pour up the whole damn seal. I'ma get lazy. I got the mojo deals. We been trapping like the 80s. She said the nigga so. Got the cash out. എൻ്റെ പേര് ഹുസൈൻ എന്നാണ്. ഞാൻ പാവട്ടിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വണ്ടി മഹേന്ദ്രയുടെ G2 ആണ് കേട്ടോ. കുറവുണ്ട്, വണ്ടിയുടെ വലിയ കുറവ്, മൈലേജ് കുറവുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഡീകാർബണൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ ഓടിച്ചു നോക്കിയിട്ട് അതിൻ്റെതായ പാർശ്വഫലങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. ഹസനിക്ക, മനസ്സിലായി, പറഞ്ഞോളി. എന്താണ് ഹസനിക്ക, എങ്ങനെയുണ്ട് വണ്ടി എന്ന് അറിയാൻ വേണ്ടി വിളിച്ച ഹസനിക്ക? വലിയ സ്വല്പം കൂടിയിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ സമ്മതിച്ചുതരാം, കുറച്ച് സ്വല്പം. ഓക്കെ, അപ്പൊ വലിയ കൂടിയിട്ടുണ്ട്. പിന്നെ എന്താ വലിയ സ്വല്പം കൂടി. പിന്നെ എഞ്ചിന്റെ അവിടുന്ന് സ്മൂത്ത്നെസ് വന്നിട്ടുണ്ട്, സൗണ്ട് സ്വല്പം കുറവുണ്ട്. ഓക്കെ, അപ്പൊ സ്മൂത്ത്നെസ് ആണ് അത് ശരിക്കും. സൗണ്ട് ചെറിയ ഒരുപാട്. അപ്പൊ ഒരുപാട് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തേനൊക്കെ സ്വല്പം കുറയുണ്ട് ഞാൻ പറയാം. നമ്മളിപ്പോ ഡീകാർബണൈസേഷൻ ചെയ്ത് ഓയിൽ ഒഴിക്കുമ്പോ ആ ഓയിലിന്റെ പെർഫെക്ഷൻ മുഴുവൻ കാണിക്കുകയാണ്. അപ്പൊ ഓയിലിന്റെ പെർഫെക്ഷൻ കൂടുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. അപ്പൊ ഓയിൽ ഈ കരി ഇറങ്ങുമ്പോൾ വളരെ ലൈഫ് കുറവായിരിക്കും. 100-200 കിലോമീറ്റർ നമുക്ക് ലൈഫ് കിട്ടുള്ളൂ, അല്ലേ? ഇതിന് നമ്മൾ 10,000 കിലോമീറ്റർ വരെ ഈ കരി അങ്ങോട്ട് കളയുമ്പോൾ ബ്ലോക്കുകളും കരം മുഴുവൻ തീർക്കുകയാണ്. അതെ, ഇതാണ്. അപ്പൊ ഇതിപ്പോ എന്താ വെച്ചാൽ ഇത്രയും കാലം ഓടിയല്ലോ, എന്തായാലും ഇത് ഒറ്റ സ്ട്രെച്ചിന് അങ്ങോട്ട് ക്ലിയർ ആവില്ല. അതെ, ഇപ്പൊ ഒരുവിധമായി. ഇപ്പൊ ചെറിയ ഒരു പിക്കപ്പ് ഇടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ഫ്യൂവലിന്റെ കൺസംഷൻ കുറയും. അപ്പൊ മൈലേജിൽ ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ടാവും, അല്ലേ? എന്നുവെച്ചാൽ പിക്കപ്പ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ള പറഞ്ഞു, അല്ലേ?